ഇനി നമുക്ക് തിരുവനന്തപുരത്തെ വിശേഷങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, എങ്ങനെയാണ് തെക്കൻ കേരളത്തിലെ ഓണം ആഘോഷിക്കുന്നത്? ഔദ്യോഗികമായ ആഘോഷങ്ങൾ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇല്ല എങ്കിൽ പോലും സുലേഖ. തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ ഓണം വാരാഘോഷങ്ങളൊക്കെ തന്നെയും ഇപ്രാവശ്യത്തെ വയനാട് ചൂരൽമല ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്രാവശ്യം ഓണം എത്തുന്നത്. ഇത് അതിജീവനത്തിൻ്റെ ഓണം കൂടിയാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ എന്നിരുന്നാലും മലയാളികൾ ഒന്നാകെ ഓണം ആഘോഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. വലിയ തിരക്കാണ്, ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഓണദിനത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് എല്ലായിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാവരും വലിയ രീതിയിൽ തന്നെ ഓണം കൊണ്ടാടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ തിരക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇനിയുള്ളത് ഓണസദ്യ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ സദ്യയിൽ പ്രമാദമായ തിരുവനന്തപുരത്തിൻ്റെ സദ്യ എന്ന് പറയുന്ന ചടങ്ങിലേക്കാണ് എല്ലാവരും കടക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ ഈ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയായി. ഉച്ചയോടുകൂടി തന്നെ സദ്യ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത്തരത്തിൽ വീടുകളിലെല്ലാം തന്നെ പൂക്കളങ്ങൾ ഒരുക്കി ഈ സദ്യ കഴിക്കാനുള്ളൊരു കാത്തിരിപ്പിലാണ് ജനങ്ങളൊക്കെ തന്നെയും ഉള്ളത്. അതിനൊപ്പം തന്നെ പറയേണ്ടുന്നൊരു കാര്യമെന്ന് പറഞ്ഞത് ഈ ഓണക്കാലത്ത് വലിയ രീതിയിലുള്ള വിപണി ഇടപെടൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെച്ചെങ്കിലും ജനങ്ങൾക്ക് ക്ഷേമകരമായ ഒരു ഓണം ആഘോഷിക്കാൻ വിപണിയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കൺസ്യൂമർ ഫെഡ് വഴിയും അതിനൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ഒക്കെ തന്നെയും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ തന്നെ ആവശ്യ സാധനങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെയും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാ രീതിയിലും ക്ഷേമകരമായ ഓണം മലയാളികൾ ആഘോഷിക്കണം എന്നുള്ളൊരു കാര്യത്തിലാണ് സർക്കാർ ഈ ഓണക്കാലത്ത് ഇടപെട്ടത്. അതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, മറ്റ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ബോണസുകൾ, അത്തരത്തിൽ എല്ലാ ജീവനക്കാർക്കും ഉള്ള ഓണം ബോണസുകളൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ സർക്കാർ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം അത് ക്ഷേമകരമായി തന്നെ ആഘോഷിക്കണം, ജനങ്ങൾ ആഘോഷിക്കണം എന്നുള്ളൊരു നിലപാടിലാണ് സർക്കാർ ഉറച്ചു നിന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഓണം വാരാഘോഷമൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണത്തിന് തലസ്ഥാനത്തെ ഓണത്തിന് കുറച്ച് നിറം കുറവാണ്. പക്ഷേ അത് പൂർണ്ണമായും ഇത്തരത്തിൽ ഓണം പൂർണ്ണമായ രീതിയിൽ തന്നെ നിറം കുറവാണെങ്കിലും സമൃദ്ധിക്ക് കുറവില്ല. ഒരുപക്ഷെ ഓണം ആ അർത്ഥത്തിൽ തന്നെയാണ് വിപണിയിലെ സർക്കാരിൻ്റെ ഇടപെടൽ അടക്കം സാധ്യമാക്കിയത് എന്ന് കൂടിയാണ് തെക്കൻ കേരളത്തിൻ്റെ വിവരങ്ങളുമായി സുലേഖ ചേരുമ്പോൾ മനസ്സിലാക്കുന്നത്.